എനിക്ക് ചുറ്റുമുള്ള മണ്ണിൽ നിന്നും ഞാൻ പോഷകങ്ങളും ഊർജവുമെല്ലാം വിളയിച്ചെടുക്കുന്നു. എൻ്റെ സിനിമയിലെ കഥകൾ പോലെ. ഒത്തിരി കഥാപാത്രങ്ങളിലേക്ക് ശബ്ദമായി ഞാൻ പ്രവേശിച്ചിട്ടുണ്ട്. അങ്ങനെ അവർക്ക് ജീവൻ കൊടുത്തിട്ടുമുണ്ട്. ഒരു കണക്കിന് പ്രകൃതി ചെയ്യുന്നതും അതുതന്നെയാണ്. നമുക്ക് ജീവിക്കാനുള്ള ഊർജം ആഹാര സാധനങ്ങളിലൂടെ പ്രകൃതി നമ്മിലേക്ക് പകരുന്നു. ഞങ്ങളുടെ വിവാഹ വിരുന്നാണ്. ഇവിടെ വിളമ്പുന്ന ഓരോ വിഭവത്തിനും പ്രത്യേകതയുണ്ട്. നാളത്തെ തലമുറയുടെ ആരോഗ്യത്തിന് ഇന്നേ ശ്രദ്ധിക്കണം. ആഹാരത്തെപ്പറ്റി അമ്മയ്ക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്. ഇതെല്ലാം നമുക്ക് ചുറ്റുമുള്ള പ്രകൃതി ഒരുക്കി വെച്ച പോഷകാഹാരങ്ങളാണ്. ഞാനൊരു വിളമ്പുകാരി മാത്രം. അതോടെ എൻ്റെ അല്ല, ഞങ്ങളുടെ രീതികളും മാറി. മിടുക്കി. ഊണ് കഴിഞ്ഞാൽ ഒരു പൂള് മാമ്പഴമെങ്കിലും കഴിക്കണം. ആരോഗ്യമുള്ളൊരു കുടുംബത്തോട് ആർക്കാണ് അസൂയ തോന്നാത്തത്? ഈ കുടുംബത്തെ എനിക്കറിയാം. കാരണം ഞാനും ഒരു കർഷകനാണ്. അറിഞ്ഞു ചെലവാക്കണം, അറിഞ്ഞു ഭക്ഷിക്കണം. അതല്ലേ അമ്മ പറഞ്ഞു വരുന്നത്? വേറൊന്നുകൂടിയുണ്ട്, പ്രായം. ഭക്ഷിക്കുമ്പോ അതുകൂടി നോക്കണം. സമ്മതിച്ചു. പ്രകൃതിക്കറിയാം എന്താ വേണ്ടതെന്ന്. അതല്ലേ അടുത്ത ഡയലോഗ്? തമാശയല്ല. ഓരോ പ്രായത്തിലും കഴിക്കേണ്ട പോഷകങ്ങൾ അതാതു കാലത്ത് കഴിക്കണം. മഞ്ഞ, ഓറഞ്ച് നിറമുള്ളവ ക്യാൻസറിനെ ചെറുക്കുന്നു. ചുവപ്പ് ക്യാൻസറിനെയും ഹൃദ്രോഗത്തെയും തടയുന്നു. പേർപ്പിൾ ട്യൂമറിനെ ചെറുക്കുന്നു. വെള്ള നിറമുള്ളവ വളർച്ചയെ സഹായിക്കുന്നു. പച്ച കാഴ്ചയെ തെളിമയുള്ളതാക്കുന്നു. രോഗങ്ങളെ ചെറുക്കാൻ ഈ നിറമുള്ള ആഹാര സാധനങ്ങൾ തിരഞ്ഞെടുക്കാം. വറുത്തതും പൊരിച്ചതും മധുരവും കുറച്ചു മാത്രം മതി. അപ്പോ കഞ്ഞിക്കെന്താ സ്പെഷ്യൽ? വാഴക്കൊമ്പ് തോരനായിക്കോട്ടെ. പ്രകൃതി ആഹാരം നൽകുന്നു. അത് സാവധാനം പങ്കിട്ട് ആസ്വദിച്ച് കഴിക്കണമെന്ന് നമുക്കറിയാം. നമ്മുടെ ആഹാരം നമ്മൾ ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കണം. ഇഷ്ടങ്ങളും അറിവുകളും ഒരുപോലെ പരിഗണിച്ചുകൊണ്ട്. അതെ, ഭക്ഷണം ഒരു സംസ്കാരമാണ്.